രാവിലെ സുഖമായി കിടന്നുറങ്ങുവാണ് പവി. ചെവിയിൽ ചെറിയ രീതിയിൽ നനവനുഭവപ്പെട്ട് ഞെട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കയ്യിൽ ജഗ് പിടിച്ച് അവളെ നോക്കി 32 പല്ലും കാട്ടി ചിരിക്കുന്ന നീലിനെയാണ്. ഇതെന്താപ്പ എന്ന രീതിയിൽ പവി നീലിനെ നോക്കിയതും നീൽ അവളുടെ മേത്തേക്ക് ജഗ്ഗിലിരുന്ന വെള്ളം മുഴുവനും ഒഴിച്ചു. അവൾ ദേഷ്യത്തോടെ ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റ് നീലിനെ നോക്കി. നീലൊന്ന് പുച്ഛിച്ചിട്ട് അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്നു. നീലിൻ്റെ നിശ്വാസം പുറംകഴുത്തിൽ തട്ടിയപ്പോൾ തുടങ്ങിയ പവിയുടെ ഹൃദയം DJ കളിക്കാൻ. ഇനി എന്നെ മേലെ ഊളയെന്ന് വിളിച്ചേക്കരുത് കേട്ടോടി പല്ലി. നീല് നല്ല ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ബാൽക്കണിയിലേക്ക് പോയി. പവി ഞെട്ടി പണ്ടാറ് വഴങ്ങി. പിന്നെ സ്വബോധം തിരിച്ചെടുത്ത് ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ പോയി അകത്ത് വാതിൽ നിന്ന് തല പുറത്തേക്കിട്ട് ഉറക്കെ പറഞ്ഞു, എടോ ഊള്, ഇയാൾ നോക്കി വെച്ചോ, ഇതിനുള്ള പ്രതികാരം ഞാൻ തനിക്ക് തന്നിരിക്കും ഡീ. പിന്നെ അവിടെ ഒരു അലർച്ചയാണ് കേട്ടത്. പവി ഒന്നും നോക്കിയില്ല. ബാത്റൂമിൽ കയറി വാതിലടച്ചു. പവി കുറേ നേരമായിട്ട് ബാത്റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. എൻ്റെ കൃഷ്ണ, ഈ കാലമാടൻ പോയില്ലേ? അനക്കൊന്നും കേൾക്കാനില്ലല്ലോ. പുറത്തിറങ്ങിയാൽ ആളിൻ്റെ 16 അടിയന്തരം നടത്താൻ നോക്കും. പുല്ല്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. കൃഷ്ണ, സമയം ആവാറായോ? എനിക്ക് കോളേജിൽ പോകണമല്ലോ. ഓ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ മരമോത തന്നെയല്ലേ, പക്ഷേ കാണാൻ നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. ഛേ, നീ എന്തൊക്കെയാ പവി ചിന്തിക്കുന്നേ? മിണ്ടാതെ അടങ്ങി നിൽക്ക്. പവി സ്വന്തം തലക്കൊരു കിടുക്ക് കൊടുത്ത് ബാത്റൂമിൽ തന്നെ പമ്മിയിരുന്നു. ഇനിയും വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് നീലിനെ നോക്കി. എവിടെ ആട് കിടക്കുന്നിടം ഒരു പൂട പോലും ഇല്ലാത്ത അവസ്ഥ. പിന്നെ അവൾ അവളുടെ കലാപരിപാടി തുടങ്ങി. ബാഗുമെടുത്ത് താഴേക്ക് പോയി. പോവാനുള്ള സമയമായില്ലാത്തത് കൊണ്ട് വീട്ടിലെ ഒരുവിധ പണിയൊക്കെ ചെയ്തു തീർത്തു. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ അവൾ എല്ലാ ജോലിയും ചെയ്തു. അമ്മ അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. അവളുടെ കൂടെ ചെറിയ ചെറിയ പണികൾ അമ്മയും എടുത്തു. പാറുമേ, മധു അപ്പേ, പവി, ഓടി വായോ, പെട്ടെന്ന് വാ. ഗിരി വെപ്രാളപ്പെട്ട് എല്ലാവരെയും വിളിച്ചു. എന്താ മോനെ, എന്താ, നിനക്കെന്തെങ്കിലും പറ്റിയോ? പാറുമ്മയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വന്നതും, എന്നതാടാ ഗിരി, എന്നാ പറ്റിയേ? നീ എന്തിനാ ബഹളം വെക്കുന്നേ? മധുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വാ തുറന്നതും പവിയുടെ വക. എന്താ ഗിരിയേട്ടാ, എന്താ പറ്റിയേ? ഓ, ഒന്ന് നിർത്ത്. എല്ലാവരും മിണ്ടാതെ ഗിരീനെ നോക്കി. എന്നെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്കോ പ്ലീസ്? നീ പറ മോനെ. കിട്ടി, എനിക്ക് കിട്ടി. എവിടുന്ന്? ആരാ തന്നേ? തലക്കാണോ മുഖത്താണോ? പവി ആകാംക്ഷയോട് ചോദിച്ചു. എന്ത്? ഗിരി മനസ്സിലാവാതെ തിരിച്ചു. അല്ല, അടി കിട്ടിയെന്നല്ല പറഞ്ഞത്, അത് എവിടുന്ന് കിട്ടിയെന്നാ ചോദിച്ചേ. ഒന്ന് പോ കൊച്ചേ, അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് കിട്ടി ജോലി. ഗിരിമോനെ, ജോലി കിട്ടിയോ? ആഹാ. പാറു സന്തോഷത്തോടെ ഗിരിയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ഗിരി. മധുഗിരിയുടെ തലയിൽ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പം ചിലവുണ്ട്. അല്ല, എന്താ ജോലി കിട്ടിയത്? DK കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ്. തുടക്കത്തിൽ 75,000 രൂപ സാലറി. ടെമ്പററിയാ, പെർമനൻ്റ് ആയാൽ 1K ആയിരിക്കും സാലറി. ആ, അപ്പോൾ ജോലിക്കാരനായി. എന്തായാലും എനിക്ക് വൈകിട്ട് ചിലവ് വാങ്ങി വെച്ചേക്ക്. എനിക്ക് സമയമായി, ഞാൻ പോവാട്ടോ. പവി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പവിനെയും കാത്തി അക്ഷമനായി നിൽക്കുമായിരുന്നു പാർത്തി. അകലെ നിന്ന് വരുന്ന പവിയെ കണ്ടതും പാർത്തിയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അവളെയും ചുമ്മാതെ നോക്കി. പവി കൈഞ്ഞൊടിച്ചപ്പോഴാണ് പാർത്തി സ്വബോധത്തിലേക്ക് വന്നത്. പാർത്തിയേട്ടൻ കുറേ നേരമായി വന്നിട്ട്? ഏയ് ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ആണോ? എന്നാ വാ, നടക്കാം. അതിനൊന്ന് മൂളിയിട്ട് അവൻ പവിയുടെ കൂടെ നടന്നു. ബസ് സ്റ്റോപ്പിൽ എൻ്റെ അന്ന ഉണ്ടാകൂട്ടോ. എൻ്റെ അന്നയെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ പരിചയപ്പെടുത്താം. അന്നയെ എനിക്കറിയാം. പാർത്തിയുടെ പെട്ടെന്നുള്ള മറുപടി കേട്ടു പവി. എങ്ങനെ അറിയാം? അത് ഞാൻ ഇന്നലെ പവിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. പാർത്തി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ആ, ഇന്നലെ കണ്ടായിരുന്നു അല്ലേ? അവരങ്ങനെ ഓരോന്ന് സംസാരിച്ച് നടന്നു. ബസ് സ്റ്റോപ്പിലെത്തി അന്നയ്ക്ക് പാർത്തിയെ പരിചയപ്പെടുത്തി. അന്നയും പാർത്തിയും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കൂട്ടായി. പവി ഇന്നലെ അവൾക്ക് സംഭവിച്ച കാര്യം അവൾ അന്നയിൽ നിന്ന് മറച്ചു വെച്ചു. പാർത്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും സംസാരിച്ചതും പവിയോടായിരുന്നു. അന്നയ്ക്കെന്തോ ഒരു ഡൗട്ട് അടിച്ചു. പിന്നെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവൾ ആ കാര്യം വിട്ടുപോയി. അവർ കോളേജിലെത്തി. എന്ന് ശരി, ഞങ്ങൾ പോവാട്ടോ, വൈകിട്ട് കാണാം. പവി അത് പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. പാർത്തി അവളെ കണ്ണുകളിൽ മായുന്നത് വരെ നോക്കി നിന്നു. അവൻ്റെ ചൊടിയിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു. അവനും ക്ലാസ്സിലേക്ക് പോയി. ഇതൊക്കെ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നീല്. നീലിന് പാർത്തിയെ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. നീലിൻ്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ഒരു കുഞ്ഞു കുശുമ്പ് മുളപൊട്ടി. അവർ ക്ലാസ്സിലെത്തി. എടി, ഞാനൊരു കാര്യം പറയട്ടെ, നീ പൊട്ടിത്തെറിക്കരുത്.
എന്താടി നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറ. പവി ഇന്നലെ നടന്ന കാര്യമെല്ലാം പറഞ്ഞു. ഇതൊക്കെ എപ്പോ? എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നേ? നീ ഇനി ഒറ്റയ്ക്ക് പോകേണ്ട, അന്ന ആകുലതയോടെ പറഞ്ഞു. ആ ഇതാ നിന്നോട് പറയാഞ്ഞേ. ഇനി ഞാൻ പറഞ്ഞില്ലേ പാത്തിയേട്ടനുണ്ടെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ ബസ്സിന് തന്നെ പോവും. പിന്നെ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ആ മരങ്ങോട് നേരത്തെ പോവും. സാറായി പോയില്ലേ, നേരത്തെ പോവുമല്ലോ. വൈകിട്ട് ഞാൻ നിന്റെ കൂടെ വന്നോളാം. പാത്തിയേട്ടനുണ്ടല്ലോ. ആ എടി ഗിരിയേട്ടന് ജോലി കിട്ടി. എനിക്കറിയാം, മാർക്കറ്റ് മാനേജറല്ലേ. അത് നിനക്കെങ്ങനെ അറിയാം? ഓ പെട്ട്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, അന്ന മനസ്സിൽ പറഞ്ഞു. അത് എന്നെ ഗിരിയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ. അത് നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് ഗിരിയേട്ടനെ നീ തന്നെയല്ലേ പരിചയപ്പെടുത്തിയത്. ഞാൻ ഉദ്ദേശിച്ചത് നിന്നോട് എങ്ങനെ പറഞ്ഞു എന്നാ. ഫോണിൽ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ നമ്പർ എവിടുന്ന് കിട്ടി? അന്നയോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീൽ ക്ലാസ്സിലേക്ക് വരുന്നത്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ദേ സാറ് വന്നു, മിണ്ടാതിരിക്ക്. ഇപ്പം ഞാൻ വിട്ടു, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഒന്ന് പോയിടി. പവി മിണ്ടാതെ നീലിനെ നോക്കി. കർത്താവേ നീ കാത്തു. നീലേട്ടനെ കറക്റ്റ് സമയത്ത് തന്നെ നീ ഇങ്ങോട്ട് വന്നല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ പവി എന്നെ എടുത്തിട്ട് കുടഞ്ഞേനെ, അന്ന മനസ്സിലോർത്തു. എല്ലാവരും ഇന്നലെ പഠിപ്പിച്ചത് പഠിച്ചല്ലോ. അന്നയും പവിയും മുഖത്തോട് മുഖം നോക്കി. അന്നെ എന്തെങ്കിലും പഠിച്ചോ? അതിന് നമ്മൾ ക്ലാസ്സിലില്ലായിരുന്നല്ലോ. അത് ശരിയാലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചില്ല. ചോദിച്ചാലും നമുക്ക് പറയാൻ എക്സ്ക്യൂസ് ഉണ്ടല്ലോ. സ്റ്റാൻഡപ്പ്. നീൽ പവിനെ എണീപ്പിച്ച് ചോദ്യം ചോദിച്ചു. സർ, ഇന്നലെ സാറ് പുറത്തിറക്കി വിട്ടതുകൊണ്ട് ഇന്നലെ പഠിപ്പിച്ചതൊന്നും അറിയില്ല സർ. ഞാൻ പുറത്തിറക്കി വിട്ടതുകൊണ്ട് ആരോടൊന്നും ചോദിച്ചില്ലല്ലേ? അതിങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ? പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ നോക്കും. അങ്ങനെ ഒത്തിരി വഴക്ക് പറഞ്ഞു നീല് പവീനെ. ഇപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോ. നാളെ വരുമ്പോൾ 100 പ്രാവശ്യം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിക്കൊണ്ട് വരണം, കേട്ടല്ലോ? ഗെറ്റ് ഔട്ട്. പവി ക്ലാസ്സിൽ നിന്നിറങ്ങി. ഈ പ്രാവശ്യം അന്നയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ക്ലാസ് മുഴുവനും പവിയെ നോക്കുന്നുണ്ടായിരുന്നു. അതിലൊരാളുടെ കണ്ണിൽ നിറയെ ഒരു പുച്ഛച്ചിരിയായിരുന്നു. പവി ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ പോയത് ഗ്രൗണ്ടിലാണ്. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ബെഞ്ചിലിരുന്നു. അയാൾക്ക് എന്തിൻ്റെ സോക്കേടാ? എന്തായാലും എന്നെ പുറത്താക്കാൻ പോവല്ലേ, പിന്നെന്തിനാ വഴക്ക് പറഞ്ഞത്? ദുഷ്ടൻ, നോക്കിക്കോ, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പിറുപിറുത്തിരിക്കുവാണ്. പിറകിൽ നിന്ന് പവി എന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ആ പാത്തിയേട്ടനോ? പവി എന്താ ഇവിടെ? ക്ലാസ്സില്ലേ? ഉണ്ടായിരുന്നു. ഒരു ഊളെന്നെ പിടിച്ചു പുറത്താക്കി. നെറ്റി ചുളിച്ച് പവി പറഞ്ഞു. എന്തേ, പഠിച്ചില്ലേ? 2 ചുമലും പൊക്കി പവി വിളിച്ചുകൊണ്ടില്ല എന്ന് പറഞ്ഞു. പാർത്തി അതിനൊക്കെ ചിരിച്ചു. പാർത്തിയേട്ടനെന്താ ഇവിടെ? നമ്മുടെ പ്രിൻസിപ്പാൾ ഒരാഴ്ച ലീവല്ലേ, അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സും ജൂനിയേഴ്സിനൊന്നും റാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ റാങ്ക് ചെയ്യാൻ വന്നതാണോ? ഞാൻ റാഗൊന്നും ചെയ്യൂല. ക്ലാസ്സിൽ ഈ സമയം സാറുമാരില്ല. പിന്നെ സ്റ്റുഡൻസൊക്കെ റാഗിങ്ങിന് പോയി. പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേന്ന് വിചാരിച്ച് ചുമ്മാ പുറത്തിറങ്ങിയതാ. അപ്പോഴാ കണ്ട് എന്തൊക്കെയോ പിറുപിറുത്തിരിക്കണം നിന്നെ. പിന്നെ പിറുപിറുക്കാതിരിക്കോ? അയാൾക്ക് എന്നോട് മാത്രം വിരോധം. എന്തോ അയാൾ വഴക്ക് പറയുമ്പോൾ എനിക്ക് വിഷമാവും. അതിന് പാർത്തി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അന്ന ബെല്ലടിച്ചതും ഒറ്റ ഓട്ടമായിരുന്നു. ക്ലാസ്സിലുള്ളവർ അവളെ നോക്കുന്നുണ്ട്. അത് കണ്ട് പോടാ പുല്ല് എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് ധൈര്യം ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഒന്നിനും പോകാതെ നേരെ ഓടി. പാർത്തിയും പവീനെയും കണ്ട് അവരുടെ ഒപ്പം അവളും കൂടി. ഇതൊക്കെ കണ്ട് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു നീല്. അവനിൽ കുശുമ്പ് കുമിഞ്ഞു കൂടുന്നത് അവൻ മനസ്സിലാക്കിയതും തല ഒന്ന് കുടഞ്ഞ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. എനിക്കിതെന്താ പറ്റിയേ? അവൾ ആരുടെ കൂടെ നടന്നാലും എനിക്കെന്താ? ഈശ്വര, കുറച്ചു മുൻപ് എനിക്ക് കുശുമ്പ് തോന്നി, അതും അവൾക്ക് വേണ്ടി. ഞാനിനി അവളെ സ്നേഹിക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ അവളെ സ്നേഹിച്ച അവളും കീർത്തിയെ പോലെ ആകുമോ? ഇനിയും ഞാൻ കോമാളിയാകുമോ? എനിക്കറിയില്ല. ഞാൻ അവളെ സ്നേഹിക്കൂ? എനിക്ക് വട്ടുപിടിക്കുന്നു. ഇല്ല, ഞാൻ അവളെ സ്നേഹിക്കില്ല. അവളെ എൻ്റെ ആരുമല്ല. അങ്ങനെയേ വരാവൂ. നീൽ ചിന്തകളിൽ ആടി ഉലഞ്ഞു. പവിയെ സ്നേഹിക്കില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ബുദ്ധി സമ്മതിക്കുന്നുണ്ടെങ്കിലും മനസ്സതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് സത്യം. അവസാനം ഇനിയും ചിന്തിച്ച വട്ട് പിടിക്കുന്നു തോന്നിയപ്പോൾ നീൽ മുന്നിലിരുന്ന ഫയലുകൾ എടുത്ത് നോക്കി. കുറെ കഴിഞ്ഞതും ബെല്ലടിച്ചു. പവി അവരുടെ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിവിടെ ഒന്നും അല്ലായിരുന്നു. അതിന് തെളിവായി അവളുടെ കണ്ണുകൾ സ്റ്റാഫ് റൂമിന് മുന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നു.
ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴും കാണേണ്ട കണ്ണുകളെല്ലാം സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റായിട്ട് മനസ്സിൽ വെച്ച് കഴിഞ്ഞിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അന്നമേരി ജോസ്. ബെല്ലടിച്ചതും പാത്തിയോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിൽ പോയി. അവർ പോകുന്നത് നോക്കി പാത്തി നിന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ പാത്തി പവിയെ നീട്ടി വിളിച്ചു. അവനോടി പവിയുടെ അടുത്തെത്തി. അവൻ നല്ല രീതിയിൽ തന്നെ അണയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട പവി അവൻ്റെ പുറവും തടവി കൊടുത്തു. പാത്തി ഉള്ളുകൊണ്ടൊന്ന് ഞെട്ടി. അന്ന ഇവളിപ്പോൾ എന്തിനാ തടവി കൊടുക്കുന്നത് എന്ന രീതിയിൽ ആ പവിനെ നോക്കി. ക്ലാസ്സിലേക്ക് പോവാൻ നടന്ന നീല ആ കാഴ്ചയിൽ പവിനെ തുറിച്ചു നോക്കി. തൂണിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് അവരുടെ സംസാരം കേൾക്കാൻ കഷ്ടപ്പെടുമായിരുന്നു. അത് ഞാൻ റാങ്കിങ് ഉണ്ടാകും, സൂക്ഷിച്ചോളാൻ പറയാൻ വന്നതാ. ആ അത്രയേ ഉള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം പാത്തിയേട്ടാ. അതും പറഞ്ഞ് പവിയും അന്നയും നടന്നു. കേൾക്കാൻ പറ്റാത്ത നിരാശയിൽ നീല് പാത്തിയെ നോക്കി പല്ലുകടിച്ച് ക്ലാസ്സിലേക്ക് പോയി. പവിയും അന്നയും പോകുന്നത് വരെ പാത്തി പവിനെ തന്നെ നോക്കി നിന്നു. അവർ പോയതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തിരിഞ്ഞതും ഒരു പയ്യനെ തട്ടിയിട്ട് ജൂനിയർ കുട്ടിയാണെന്ന് തോന്നിയതും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി അപ്പോൾ തന്നെ മുങ്ങി. അതെ, സത്യം പറ, നിനക്ക് നീലേട്ടനെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പ്ലാനുണ്ടോ? ക്ലാസ്സിലേക്ക് നടക്കുന്ന വഴി അന്ന പവിയോട് ചോദിച്ചു. എന്താടി? അല്ല, നീ പാത്തിയേട്ടനോട് കൂടുതൽ അടുത്ത് പെരുമാറുന്നത് കണ്ട് ചോദിച്ചതാ. എന്തൊക്കെയായിരുന്നു? കൂടെ ഇരുന്ന് സംസാരിക്കുന്നു, പുറം തടവി കൊടുക്കുന്നു. കണ്ടാലും പറയും നിനക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണെന്ന്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, പാത്തിയേട്ടൻ നിന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിന്റെ ഓരോ ചലനങ്ങൾ നോക്കിയിരിക്കുന്നത്. പാത്തിയേട്ടൻ്റെ കണ്ണിലെ തിളക്കവുമെല്ലാം. എടി, നീ എന്തൊക്കെ ഈ പറയുന്നേ? പാത്തിയേട്ടൻ എനിക്കൊരു ബ്രദറിനെ പോലെയാ. കണ്ട അന്ന് തൊട്ട് ഞാൻ അങ്ങനെ കാണുന്നേ. പിന്നെ എനിക്കെന്തോ പാത്തിയേട്ടനോട് വല്ലാത്തൊരടുപ്പം. എനിക്കുറപ്പാ പാത്തിയേട്ടനും എന്നെ ഒരു പെങ്ങളായിട്ടാണ് കാണുന്നേ, പവി അന്നയോട് പറഞ്ഞു. എന്നിട്ട് മെല്ലെ അന്നയ്ക്കൊപ്പം അവൾ ക്ലാസ്സിലേക്ക് നടന്നു. പിന്നെ ആ കള്ളക്കണവനെ ഞാൻ അങ്ങനെ ഡിവോഴ്സൊന്നും ചെയ്യില്ല. എന്തോ എനിക്ക് വിട്ടുപോവാൻ തോന്നുന്നില്ല. അയാളുമായി ഞാൻ കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അയാളെ ഞാനിനി സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിച്ചാൽ തന്നെ ആ അൺറൊമാൻറ്റിക് മൂരാച്ചി എന്നെ സ്നേഹിക്കൂ? ഇനി ചിന്തിച്ചാൽ ഞാൻ വല്ലോ മെൻ്റൽ ഹോസ്പിറ്റൽ പോകേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരത്തി നടന്നു. ലഞ്ച് ബ്രേക്കിന് 2 പേരും ഫുഡൊക്കെ അടിച്ച് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു.